ഹമാസുമായുള്ള നിരായുധീകരണ കരാർ രംഗത്ത് വന്നപ്പോൾ അവിടെ എല്ലാവർക്കും സമാധാനമാകുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഞാൻ 4-5 പ്രഖ്യാപനങ്ങൾ വായിക്കാം. ഞങ്ങൾക്കിത് സ്വീകാര്യമല്ല. ഞങ്ങൾക്ക് അവിടുത്തെ കൂട്ടക്കൊലകൾ തുടരുക തന്നെ വേണം. ഞങ്ങൾക്ക് അവിടേക്കുള്ള അധിനിവേശം പ്രോത്സാഹിപ്പിക്കണം. അവിടേക്ക് ആളുകളെ കയറ്റണം. ഇസ്രയേലിന് വിജയിക്കണം. ഗസ മുഴുവനായി ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം. പറയുന്നത് ആരെന്നറിയോ? ഇസ്രയേലിൻ്റെ ബെൻഗീർ എന്ന പ്രശസ്തനായ ഒരു രക്തദാഹിയുടെ വാക്കുകളാണ്. ബെൻഗീർ അവിടുത്തെ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഈ കേൾക്കുന്നത്. അവിടെ നിരായുധീകരണ കരാർ കൊണ്ടുവന്ന് സമാധാനം വരാൻ പോകുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ആ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചതാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ സമാധാനമൊന്നും അവിടെ ഉണ്ടാകേണ്ടതില്ല. ആ സമാധാനത്തോട് താല്പര്യവുമില്ല. മറിച്ച് ഞങ്ങൾക്ക് മനുഷ്യരെ കൊല്ലുന്നത് തുടരണം. എന്നുവെച്ചാൽ വർഷങ്ങളായി കാരണങ്ങളില്ലാതെ കൊന്നുതള്ളുന്ന ആ പ്രക്രിയ തുടരുക തന്നെ വേണം. അതിലൂടെ ഞങ്ങൾക്ക് അവിടേക്ക് ഇരച്ചു കയറി അത് സ്വന്തമാക്കി പിടിച്ചെടുത്ത് വിജയിക്കണം. ഈ ലോകത്ത് ആരാണ് സമാധാനത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ആരാണ് ഏറ്റവും വലിയ മനുഷ്യകുലത്തിൻ്റെ നാശമെന്നും ഒക്കെ അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് യാതൊരു മടിയുമില്ലാതെ പ്ലേസ് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പറയുന്നത് ഒരു രാജ്യത്തെ മന്ത്രിയാണ്. അമേരിക്കയുടെ പിന്തുണയോടെ എല്ലാ അർത്ഥത്തിലും ഈ ലോകത്ത് താണ്ഡവമാടുമ്പോൾ ഏറ്റവും വലിയ ഭീകരവാദികൾ, ഭീകരപ്രവർത്തകർക്ക് നമ്മൾ പ്രത്യേക രാജ്യങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ പേര് നൽകി അതിനെ സവിശേഷമായി ചിത്രീകരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ കൊടും ഭീകരരും ഈ സമാധാനത്തിന്, ലോക സമാധാനത്തിന് എത്രയോ വെല്ലുവിളിയുമാണ് ഇത്തരത്തിലുള്ള ആളുകളും രാജ്യങ്ങളും എന്നുള്ളത് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഘട്ടത്തിലാണ്. അവിടെ എല്ലാ അർത്ഥത്തിലും തകർത്ത ശേഷം, എല്ലാം തീർത്ത ശേഷം, വീണ്ടും അവിടെയുള്ള പ്രതിരോധ ശബ്ദമായ ഇറാന് മേലും പതിച്ച ശേഷം പിന്നീട് ഒരു സമാധാന കരാർ എന്ന പേരിൽ ഈ യുദ്ധങ്ങൾക്കെല്ലാം നിശബ്ദ പിന്തുണയും ആയുധങ്ങളും നൽകിയവൻ്റെ നേതൃത്വത്തിൽ ഒരു കരാറുണ്ടാക്കിയപ്പോൾ പോലുമുള്ള പ്രതികരണമാണ് നിങ്ങളെ സൂചിപ്പിച്ചത്, നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. കാരണം ഇടയ്ക്കിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ചർച്ച വരുമല്ലോ, ആരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരർ, ആരാണ് ഭീകരവാദം ചെയ്യുന്നത്, ആരാണ് ഭീകരവാദത്തിന് വഴിമരുന്നിടുന്നത്, ആരാണ് മനുഷ്യകുലത്തിന് ഭീഷണി, ആരാണ് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്നവർ. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇത്തരം സ്വയം പ്രഖ്യാപിത മനുഷ്യഹത്യാ പ്രേരണക്കാരായ ഈ വിഭാഗം, ഈ കൂട്ടർ എന്നത് ലോകമറിയണം. അത്രയേ ഉള്ളൂ.